ഫസ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് എൻ ആന്റി മെറ്റബോളൈറ്റ്, അതായത് ഫോളിക് ആസിഡിന്റെ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതോടൊപ്പം നെക്സ്റ്റ് പറയുന്നത് ADR, കോമൺ ആയിട്ടുള്ള ADR ഉണ്ട്, സീരിയസ് ആയിട്ടുള്ള ADR ഉണ്ട്. ഓക്കെ, ഇതിനടുത്ത് പറയുന്നത് നോൺ ഹോഡ്കിൻസ് ലിംഫോമ, അതായത് മെയിനായിട്ട് ലിംഫ് നോഡിൽ ഉണ്ടാകുന്ന ക്യാൻസർ ആണ്. ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു എജൂസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫാർമക്കോളജി ഓഫ് മെത്തോട്രെക്സേറ്റ്. അതായത് മെത്തോട്രെക്സേറ്റ് എന്ന് പറയുന്നത് ഒരു ആന്റി ക്യാൻസർ ഡ്രഗ് ആണ്, അല്ലെങ്കിൽ കീമോതെറാപ്പിക്ക് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്. അതുപോലെ തന്നെ ഒരു ഇമ്മ്യൂണോ സപ്രസന്റ് ആയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ഒരു ഫാർമക്കോളജി പെട്ടെന്നൊന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് എൻ ആന്റി മെറ്റബോളൈറ്റ്, അതായത് നമ്മുടെ ക്യാൻസറിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിൽ ആന്റി മെറ്റബോളൈറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുന്നുണ്ട്. സോ ആ ഒരു ആന്റി മെറ്റബോളൈറ്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഫോളേറ്റ് ആന്റഗോണിസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് മെത്തോട്രെക്സേറ്റ്. സോ ആന്റി മെറ്റബോളൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് നമ്മുടെ സെല്ലിലുള്ള നോർമൽ മെറ്റബോളിസത്തിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, എസ്പെഷ്യലി ഫാസ്റ്റ് ഗ്രോയിങ് ക്യാൻസർ സെൽസ്. സോ എന്താണ്, ഇതൊരു ആന്റി മെറ്റബോളൈറ്റ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ബ്ലോക്ക് നോർമൽ മെറ്റബോളിസം ഇൻ സെൽസ്. അതായത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന നോർമൽ മെറ്റബോളിസം എന്ന് പറയുമ്പോൾ ആ ഒരു ബയോ മോളിക്യൂൾസിന്റെ ക്രിയേഷൻസ് എന്ന് പറയാം. അതായത് ന്യൂക്ലിക് ആസിഡ്, പ്രോട്ടീൻസിന്റെ ഒക്കെ സിന്തസിസിന്, അതിനെയാണ് നമ്മൾ മെയിനായിട്ട് എന്ത് പറയുന്നത്, മെറ്റബോളിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. സോ ആ ഒരു മെറ്റബോളിസം എസ്പെഷ്യലി ക്യാൻസർ സെൽസിൽ നടക്കുന്ന ആ ഒരു മെറ്റബോളിസത്തിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടാണ് ഈ ഡ്രഗിന്റെ ആക്ഷൻ മെയിൻ ആയിട്ട് നടക്കുന്നത്. അതായത് ആ ഒരു ക്യാൻസർ സെല്ലിന്റെ ആ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോലിഫറേഷനൊക്കെ ആര് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്, മെത്തോട്രെക്സേറ്റ് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത സ്ലൈഡിൽ പറയുന്നത് ഇറ്റ് ഈസ് എ ഫോളേറ്റ് ആന്റഗോണിസ്റ്റ്, അതായത് ഫോളിക് ആസിഡ് സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്, വൈറ്റമിൻ B9 ആണ് അല്ലേ. സോ ആ ഒരു വൈറ്റമിൻ B9 ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള സെൽസിൽ പ്യൂരിന്റെയും അതുപോലെ തന്നെ തൈമിന്റെയൊക്കെ സിന്തസിസ് നടക്കത്തുള്ളൂ. സോ ഈ ഒരു പ്യൂരിനൊക്കെ ഫോം ചെയ്താൽ മാത്രമേ ജനറ്റിക് മെറ്റീരിയൽ, അതായത് DNA സിന്തസിസും അവിടെ നടക്കുകയുള്ളൂ. സോ ആ ഒരു മെത്തേഡിൽ കൂടെ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ, സെൽ ഡിവിഷനും സെല്ലിന്റെ ഡിഫറൻസിയേഷനും ഒക്കെ നടക്കുള്ളൂ. സോ ഇറ്റ് ഈസ് എന്താണ്, ഫോളേറ്റ് ആന്റഗോണിസ്റ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് ഇൻഹിബിറ്റ് ദ ഫോളിക് ആസിഡ് സിന്തസിസ്. ഡ്രഗ് ദാറ്റ് ബ്ലോക്ക് ദ ആക്ഷൻ ഓഫ് ഫോളിക് ആസിഡ്, അതായത് ഏതാണ്, വൈറ്റമിൻ B9. ആൻഡ് ഓൾസോ ദിസ് ഫോളിക് ആസിഡ് ഈസ് നീഡഡ് ഫോർ എന്തിനൊക്കെ വേണ്ടിയിട്ടാ, മേക്കിംഗ് DNA ആൻഡ് സെൽ ഗ്രോത്ത് ആൻഡ് ഡിവിഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ വേറെ ഒന്നുമല്ല പറയുന്നത്, ഫോളേറ്റ് ആന്റഗോണിസ്റ്റ് ആണ്, അതായത് ഫോളിക് ആസിഡിന്റെ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതോടൊപ്പം സെല്ലിലുള്ള DNA സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് ആ ക്യാൻസർ സെല്ലിനെ എന്ത് ചെയ്യുകയാണ്, നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പറയുന്നത് മെക്കാനിസം ഓഫ് ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡൈഹൈഡ്രോഫോളേറ്റ് കൺവേർട്ടഡ് ഇൻറ്റു ടെട്രാഹൈഡ്രോഫോളേറ്റ് ഇൻ പ്രസൻസ് ഓഫ് ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്റ്റേസ് എൻസൈം. ഏത് എൻസൈം ആണ്, ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്റ്റേഴ്സിന്റെ പ്രസൻസിൽ ഫസ്റ്റ് ഡൈഹൈഡ്രോഫോളേറ്റ് ടെട്രാഹൈഡ്രോഫോളേറ്റ് ആയിട്ട് മാറും. ഈ ടെട്രാഹൈഡ്രോഫോളേറ്റ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, അതായത് പ്യൂരിന്റെയും തൈമിന്റെയും സിന്തസിസ് നടക്കും. ഏതിന്റെ പ്രസൻസ് വഴിയാ, തൈമിഡിലേറ്റ് സിന്തേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിന്റെ പ്രസൻസിൽ അവിടെ പ്യൂരിന്റെയും തൈമിന്റെയും സിന്തസിസ് നടക്കും. ഈ പ്യൂരിൻ തൈമിനാണ് ഫൈനലി എന്ത് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, DNA ആ ഒരു സിന്തസിസിനും അതുപോലെ തന്നെ സെൽ ഡിവിഷനും ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ഈ ഒരു പ്യൂരിനും തൈമിനുമാണ്. സോ നമ്മുടെ ഡ്രഗ് മെത്തോട്രെക്സേറ്റ് എന്ന് പറയുന്ന ഡ്രഗ് മെയിൻ ആയിട്ട് എന്താ ചെയ്യുന്നത്, ഈ ഒരു രണ്ട് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യാണ്. ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്റ്റേസ് അതുപോലെ തന്നെ തൈമിഡിലേറ്റ് സിന്തേസ്, ഈ ഒരു രണ്ട് എൻസൈമിനെയും ആര് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്, മെത്തോട്രെക്സേറ്റ് എന്ന് പറയുന്ന ഒരു ഡ്രഗ് ഇൻഹിബിറ്റ് ചെയ്തതിന് ശേഷം ഫൈനലി DNA സിന്തസിസിനെ എന്ത് ചെയ്യുന്നു, ഇൻഹിബിറ്റ് ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെക്കാനിസം, അതുപോലെ തന്നെ അത് സിമ്പിളും ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് റൂട്ട്സ് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് നോക്കാം. സോ ഫസ്റ്റ് പറയുന്നത് ഓറൽ റൂട്ടാണ്. നമ്മൾ ടാബ്ലറ്റ് ആയിട്ടും കൊടുക്കാറുണ്ട്, സൊല്യൂഷനായിട്ടും കൊടുക്കാറുണ്ട്. ഓക്കെ, ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 2.5 to 15 milligram ആണ് മെയിനായിട്ട് കൊടുക്കുന്നത്. ദെൻ അതുപോലെ തന്നെ സബ്ക്യൂട്ടേനിയസ് കൊടുക്കാറുണ്ട്. ദെൻ എന്താണ്, ഒരു ഹൈ കേസ്, എമർജൻസി കേസ് ഒക്കെ വരികയാണെങ്കിൽ IV വഴിയും ഇൻട്രാമസ്കുലർ റൂട്ട് വഴിയൊക്കെ പ്രിഫർ ചെയ്യുന്നുണ്ട്. ദെൻ CNS റിലേറ്റഡ് ആണെങ്കിൽ നമ്മൾ ഇൻട്രാതീക്കൽ റൂട്ട് വഴിയും കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് റൂട്ട് എന്ന് പറയുന്നത്, ഓറൽ, സബ്ക്യൂട്ടേനിയസ്, ഇൻട്രാമസ്കുലർ, ഇൻട്രാവീനസ് ആൻഡ് ഇൻട്രാതീക്കൽ റൂട്ട്. നെക്സ്റ്റ് പറയുന്നത് ADR, കോമൺ ആയിട്ടുള്ള ADR ഉണ്ട്, സീരിയസ് ആയിട്ടുള്ള ADR ഉണ്ട്. ഓക്കെ, കോമൺലി വരുന്ന ADR എന്ന് പറയുന്നത് GIT ഇഷ്യൂസ് ആണ്.
നോസിയ, വൊമിറ്റിംഗ്, ഡയറിയ. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് GIT ഇഷ്യൂസ്. ദെൻ അതുപോലെ തന്നെ ഫാറ്റിക് വരാറുണ്ട്, ടയേർഡ്നെസ്. ദെൻ അലോപീഷ്യ എന്ന് വെച്ചാൽ ഹെയർ ലോസ് ആണ്. സോ ഇതൊക്കെ കോമൺ ആയിട്ടുള്ള ADRൽ നമുക്ക് പറയാം. ദെൻ സീരിയസ് ആയിട്ടുള്ള ADR എന്ന് പറയുമ്പോൾ ബോൺ മാരോ സെപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ ഒരു ഡ്രഗിൻ്റെ കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കാം, ബോൺ മാരോ സെപ്പറേഷൻ, അതായത് അവിടെയുള്ള ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷൻ അവിടെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഹെപ്പാറ്റോ ടോക്സിസിറ്റി ഉണ്ടാകാറുണ്ട്. സോ എപ്പോഴും നമ്മൾ ഈ ഒരു ഡ്രഗ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റിൻ്റെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഉറപ്പായിട്ടും ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ആൾക്ക് ഈ ഒരു ഡ്രഗ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ഓൾറെഡി ഇതൊരു ഹെപ്പാറ്റോ ടോക്സിറ്റി എന്ന് പറയുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ADR ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. ദെൻ അതുപോലെ തന്നെ പൾമനറി ഫൈബ്രോസിസിന് കാരണമാവാം. സോ ആ ഒരു കണ്ടീഷനിൽ ഡ്രൈ കഫ്, അതുപോലെ തന്നെ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ദെൻ സിവിയർ ആയിട്ടുള്ള സ്കിൻ റിയാക്ഷൻസും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് സീരിയസ് ADR? ബോൺ മാരോ സെപ്പറേഷൻ, ഹെപ്പാറ്റോ ടോക്സിസിറ്റി, പൾമനറി ഫൈബ്രോസിസ് ആൻഡ് ഫൈനലി ഏതാണ്, സിവിയർ സ്കിൻ റാഷസ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മെതോട്രെക്സേറ്റ് ടോക്സിസിറ്റി. അതായത് ഈ ഒരു ഡ്രഗിന്റെ ടോക്സിസിറ്റി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഫോളിനിക് ആസിഡ് ആണ് കൊടുക്കുക. ഓക്കെ, ഏതാണ്, ഫോളിനിക് ആസിഡ് ആണ് നമ്മുടെ ആന്റിഡോട്ട് എന്ന് പറയുന്നത്. സോ അല്ലെങ്കിൽ നമുക്കതിന് ല്യൂക്കോവോറിൻ എന്നും പറയാം. ഓക്കെ, ഏതാണ്, ല്യൂക്കോവോറിൻ ഓർ ഫോളിനിക് ആസിഡ്. ഇനി ഇൻ കേസ് ഓഫ് ഹൈ ഡോസ് ടോക്സിസിറ്റി അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കേസ് വരെയാണ് വിത്ത് ഇംപെയർഡ് റീനൽ ഫങ്ഷൻ, അതായത് ഈ ടോക്സിസിറ്റിയുടെ കൂടെ തന്നെ ആ പേഷ്യൻറ്റിന് സിവിയർ ആയിട്ടുള്ള എന്താണ് റീനൽ ടോക്സിസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ഗ്ലൂക്കാർപിഡേസ് ആണ്. ഓക്കെ, ഗ്ലൂക്കാർപിഡേസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു എന്താണ് റീകോമിനന്റ് DNA ടെക്നോളജി വഴി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു എൻസൈമാണ് ഗ്ലൂക്കാർപിഡേസ്. സോ അത് നമ്മൾ എന്താണ് സിവിയർ ആയിട്ടുള്ള ടോക്സിറ്റി വിത്ത് റീനൽ ഇമ്പയർമെന്റ് കണ്ടീഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ല്യൂക്കോവോറിൻ ഓർത്ത് വയ്ക്കുക, അതുപോലെ തന്നെ ഗ്ലൂക്കാർപിഡേസ്. ഇതാണ് മെതോട്രെക്സേറ്റിന്റെ ടോക്സിസിറ്റിയിൽ വരുന്നത്. ഓക്കെ, നമ്മൾ ഫൈനലി നോക്കാൻ പോകുന്നത് യൂസ് ആണ്. സോ ഇതിന്റെ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കീമോതെറാപ്പി ഏജന്റ്. മെയിനായിട്ട് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ ഇമ്മ്യൂണോ സപ്രസന്റ്. ഓക്കെ, എന്താണ് ഇമ്മ്യൂണോ സപ്രസന്റ് ആണ്? അതായത് സിവിയർ ആയിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ലൈക്ക് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിൽ നമുക്ക് ഏത് ഡ്രഗ് കൊടുക്കാം? മെതോട്രെക്സേറ്റ് കൊടുക്കാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റുമാറ്റോയിഡ് ആർത്രൈറ്റിസിന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സോറിയാസിസ് കണ്ടീഷനിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത് പറയുന്നത് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ, ക്യാൻസർ ആണ്, ബ്ലഡിൽ വരുന്ന ബ്ലഡ് ക്യാൻസർ ആണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ലെവൽസ് ഒക്കെ അവിടെ എന്ത് ചെയ്യും, വേരി ആവും. അടുത്ത് പറയുന്നത് നോൺ ഹോഡ്കിൻസ് ലിംഫോമ, അതായത് മെയിനായിട്ട് ലിംഫ് നോഡിൽ ഉണ്ടാകുന്ന ക്യാൻസർ ആണ്. ബ്രസ്റ്റ് ക്യാൻസർ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ. സോ ഇത്രയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള യൂസും ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഒരു ഇമ്മ്യൂണോ സപ്രസന്റ് ആണെന്ന് ഓർക്കുക. അതായത് ആർത്രൈറ്റീസ്, റുമാറ്റോയിഡ് ആർത്രൈറ്റീസിന് യൂസ് ചെയ്യാം, സോറിയാസിസിന് യൂസ് ചെയ്യാം. ദെൻ മെയിൻ ആയിട്ടുള്ള ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ, നോൺ ഹോഡ്കിൻസ് ലിംഫോമ, ദെൻ അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ, ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ. ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് മെതോട്രെക്സേറ്റിൽ പഠിക്കാനുള്ളത്. സോ ഒന്ന് പെട്ടെന്ന് ക്വിക്കായിട്ടൊന്ന് പറയാം എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഓർക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് എൻ ആന്റി മെറ്റബോളൈറ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ അണ്ടറിൽ വരുന്ന ഫോളേറ്റ് ആന്റഗോണിസ്റ്റ് കാറ്റഗറിയിലാണ് മെതോട്രെക്സേറ്റ് വരിക. സോ മെയിൻ ആയിട്ട് ഇത് എന്താണ്, നമ്മുടെ സെൽസിലെ ക്യാൻസർ സെൽസിന്റെ മെറ്റബോളിസം ആണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അതായത് മെയിൻ ആയിട്ട് പ്യൂരിൻ ആൻഡ് തൈമിൻ സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്തിട്ട് DNA സിന്തസിസ് എന്ത് ചെയ്യുന്നു, ഇൻഹിബിറ്റ് ചെയ്യുന്നു. മെക്കാനിസത്തിന്റെ കേസിലാണെങ്കിൽ എന്താണ്, ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്റ്റേസ്, അതുപോലെ തന്നെ തൈമിഡിലേറ്റ് സിന്തേസ്, ഈ രണ്ട് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടാണ് DNA സിന്തസിസിനെ എന്ത് ചെയ്യുന്നത്, ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ക്യാൻസർ സെല്ലും ഇൻഹിബിറ്റ് ആവുകയാണ്. റൂട്ട് മെയിൻ ആയിട്ട് ഓറൽ, IV, IM, സബ്ക്യൂട്ടേനിയസ്, ഇൻട്രാതീക്കൽ പോലുള്ള റൂട്ട്സ് ആണ്. പിന്നെ അതിനുശേഷം നമ്മൾ എന്താണ്, ടോക്സിസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഫോളിനിക് ആസിഡ് അല്ലെങ്കിൽ ല്യൂക്കോവറിൻ ആണ് മെയിൻ ആയിട്ട് കൊടുക്കുക. ദെൻ ഹൈ ടോക്സിറ്റി വിത്ത് ഇംപെയർഡ് റീനൽ ഫംഗ്ഷൻ ആണെങ്കിൽ ഗ്ലൂക്കാർപിഡേസ് ആണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. നമ്മൾ ADR പറഞ്ഞു, കോമൺ ആയിട്ടുള്ളതും പറഞ്ഞു, സിവിയറും പറഞ്ഞു. സിവിയറിന്റെ കേസിൽ ഏതാണ്, ഹെപ്പാറ്റോ ടോക്സിറ്റി വരുന്നുണ്ട്, പൾമനറി ഫൈബ്രോസിസ് വരുന്നുണ്ട്, സിവിയർ ആയിട്ടുള്ള സ്കിൻ റിയാക്ഷൻസ് വരുന്നുണ്ട്. ദെൻ യൂസ് മെയിൻ ആയിട്ട് ഏതാണ്, റുമാറ്റോയിഡ് ആർത്രൈറ്റീസിന് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മെയിൻ ആയിട്ടുള്ള ക്യാൻസർ, നോൺ ഹോഡ്കിൻസ് ലിംഫോമ, സോ അങ്ങനെയുള്ള കണ്ടീഷൻ. ദെൻ ബ്രസ്റ്റ് ക്യാൻസർ, ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ, സോറിയാസിസ്. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന യൂസ്. സോ ഇത്രയും നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു.